എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയ സുരേഷ്. ഞാനൊരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്, മാനിഫെസ്റ്റേഷൻ കോച്ച്. പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ അഫർമേഷൻ, വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യുന്നു, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നില്ല. നിങ്ങൾക്കും ഒരു പക്ഷേ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. അതായത് പല ആൾക്കാരും ഈ ടെക്നിക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിലൊരു ഡൗട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇത് ഒക്കെ നടക്കുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ഇതാർക്കെങ്കിലും ഇതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുമോ, അതുമല്ലെന്നുണ്ടെങ്കിൽ ഞാനിതൊക്കെ ചെയ്ത് എൻ്റെ സമയം കളയുകയാണോ, ഇങ്ങനെ പലതരത്തിലുള്ള ഡൗട്ടുകൾ മനസ്സിലുണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കാനായിട്ട് സാധ്യതയില്ല എന്നുള്ളതാണ്. നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിശ്വസിക്കുക. നമ്മൾക്ക് യൂണിവേഴ്സിനോട് ഉള്ള ആ ഒരു ട്രസ്റ്റ്, അതായത് യൂണിവേഴ്സ് എപ്പോഴും കൂടെ ഉണ്ടെന്നും എന്താഗ്രഹവും നടത്തി തരാൻ ആ ഒരു പവറിന് കഴിവുണ്ടെന്നും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തിനേയും നേടിയെടുക്കാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ശക്തിക്ക് കഴിവുണ്ടെന്നും ഒക്കെയുള്ള ഒരു ബിലീഫ് നമുക്ക് ആദ്യം തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് കിട്ടും എന്നുള്ളതിന് ഒരു സൈൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് നമുക്ക് എങ്ങനെ അറിയാമെന്ന് നോക്കാം. കാരണം പല ആൾക്കാർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഈ കാര്യം നടക്കുമോ ഇല്ലയോ എന്നറിയാൻ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ, ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയം അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ആൾക്കാർക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെ സൈനുകളാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് നടത്തി തരും, അല്ലെങ്കിൽ നമുക്കത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതിന് നമുക്ക് എന്തൊക്കെ സൈനുകളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നൊന്ന് നോക്കാം. യൂണിവേഴ്സ് പലപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് മനസ്സിലാകണം എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സ് ഒരിക്കലും ഡയറക്റ്റ് വന്നിട്ട് നമ്മളോട് സംസാരിക്കില്ല, അല്ലേ? യൂണിവേഴ്സ് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഓരോ സൈനുകൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സൈനുകളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം, അതിനെ കുറിച്ച് നമ്മൾ അവെയർ ആവണം. ആ സൈനുകൾ കാണുന്ന സമയത്ത് നമ്മൾ ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ അതിനോട് ആ സമയം നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരു 7 യൂണിവേഴ്സൽ സൈനുകളെ കുറിച്ചാണ് പറയുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ സൈനുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഐ റിസീവ് എന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കാരണം നമുക്ക് ഒരു കാര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ഒരു റിസീവിങ് മോഡ് ഓപ്പൺ ആയിരിക്കണം. നമ്മുടെ റിസീവിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു കഴിവ് വേണം, അല്ലേ? അതിന് നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, ഐ ആം റെഡി ടു റിസീവ് എന്ന് ടൈപ്പ് ചെയ്യുക. കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയതിന് ശേഷം ബാക്കി തുടർന്ന് കാണുക. ഏറ്റവും ആദ്യം നമ്മൾ കാണാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത് റിപ്പീറ്റിംഗ് നമ്പേഴ്സ് തന്നെയാണ്. അതായത് 111 കാണുക, അല്ലെങ്കിൽ 222 കാണുക. നമ്മൾ സമയം നോക്കുന്ന സമയത്ത് 1:11, 11:11 കാണുക, 2:22, 3:33 ഇങ്ങനെയുള്ള റിപ്പീറ്റിംഗ് നമ്പേഴ്സ് കാണുക. ഇത് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്പർ പ്ലേറ്റുകളിൽ, ചില ബില്ലുകളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു യൂണിവേഴ്സൽ സൈനാണ്. ഓരോ നമ്പറിനും ഓരോ മീനിങ് ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ നോക്കിയാൽ ഓരോ നമ്പറിൻ്റെയും സൈനുകൾ അല്ലെങ്കിൽ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ യൂണിവേഴ്സിലേക്ക് ഒരു ആഗ്രഹം സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ യൂണിവേഴ്സ് ഒരു കൺഫർമേഷൻ നമുക്ക് തരുന്നതാണ്. അതായത് നമ്മളൊരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസിയിലുള്ള തിങ്സ് നമ്മളിലേക്ക് അട്രാക്റ്റ് ആകും. ആ അട്രാക്ഷൻ്റെ ഫസ്റ്റ് എവിഡൻസ് ആണ് ഈ സൈനുകൾ എന്ന് പറയുന്നത്. ഞാനിതൊരു തിയറി ആയിട്ടല്ല നിങ്ങളോട് പറയുന്നത്.
ഞാനൊരു ഓർഡിനറി വുമൺ ആയിരുന്ന ഞാൻ ഇന്നൊരു ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ചായി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ യൂണിവേഴ്സിൻ്റെ സൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു കയ്യൊപ്പ് എന്നിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ സൈനുകൾ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഈ സൈനുകൾ എൻ്റെ ജീവിതത്തിൽ കാണാൻ തുടങ്ങുകയും അതിലൂടെ സഞ്ചരിച്ചു വന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. ആ ഒരു ജേർണിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അത് ശരിക്കും പറഞ്ഞാൽ ഈ സൈനുകൾ കാണുന്നത് ഒരിക്കലും ഒരു ഇൻസിഡൻ്റ് അല്ല, ഇത് യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളും ഇന്നു മുതലെങ്കിലും ഈ സൈനുകളെ ശ്രദ്ധിച്ചു തുടങ്ങുക. മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഈ നമ്പേഴ്സിലൂടെ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്നാണ്. അതായത് നിന്റെ ആഗ്രഹം നടക്കും എന്നുള്ള സൂചനയാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. ഇങ്ങനെയുള്ള നമ്പറുകൾ കാണുന്ന സമയം നമ്മൾ മനസ്സിൽ എന്ത് ചെയ്യണം? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ ആഗ്രഹം അവിടുന്ന് സ്വീകരിച്ചതിന് നന്ദി, അവയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിൽ പറയുക. സൈൻ നമ്പർ 2 എന്ന് പറയുന്നത്, ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്കൊരു പീസ്ഫുൾ ഫീലിംഗ് ഉണ്ടാകുക. അതായത് മനസ്സിന് വല്ലാത്തൊരു സമാധാനം, ഒരു കാംനെസ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഓക്കെ എന്നൊരു ഫീലിംഗ്, ഒരു സെർട്ടനിറ്റി ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു യൂണിവേഴ്സൽ സൈൻ തന്നെയാണ്. ഇത് ആക്ച്വലി ഒരു മെസ്സേജ് ആണ്. യൂണിവേഴ്സ് പറയുന്നു, റിലാക്സ്, നിന്റെ മാനിഫെസ്റ്റേഷൻ ഓൺ ഇറ്റ്സ് വേ ആണ്. ട്രസ്റ്റ് ദ പ്രോസസ്. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നീ ശ്രദ്ധിക്കുക. ഇതാണ് അങ്ങനെ ഒരു കാംനെസ് നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ആ ഒരു സമയത്തും തീർച്ചയായിട്ടും മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ സമയം ആ കാമായിട്ടിരിക്കുന്ന ആ ഒരു മൊമെന്റിൽ വിഷ്വലൈസ് ചെയ്യുക. സൈൻ നമ്പർ 3, നിങ്ങളുടെ ഡിസയർ എവരിവെയർ അപ്പിയർ ആകാനായിട്ട് തുടങ്ങും. അതായത് നിങ്ങൾ എവിടെ നോക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതായത് നിങ്ങൾ ഒരു പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ റീല് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കാണുക, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കേൾക്കുക, അങ്ങനെ ഏതെങ്കിലുമൊക്കെ. അല്ലെങ്കിൽ നിങ്ങളൊരു നെയ്ബറിനോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ കോൺവെർസേഷനിൽ നിന്നും ആ ഒരു കാര്യത്തിലേക്ക് കുറിച്ച് കേൾക്കുക. ഇങ്ങനെ റിപ്പീറ്റഡ്ലി ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ ഇടവരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു സൈനാണ്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്, നിങ്ങൾ ആ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാകുമ്പോൾ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നുള്ളതാണ്. ഇതും ഒരു കൺഫർമേഷൻ തന്നെയാണ്. ഇനിയുള്ള 4 സൈനുകൾ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനുകളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന സൈനുകൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇഗ്നോർ ചെയ്യാൻ പാടില്ല. സൈൻ നമ്പർ 4 എന്ന് പറയുന്നത് ഡ്രീം റിലേറ്റഡ് ടു യുവർ മാനിഫെസ്റ്റേഷൻ ആണ്. അതായത് ഉറക്കത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു. അതൊരു ജോബാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗുഡ് റിലേഷൻഷിപ്പ് ആകാം. എന്തായാലും ആ ഒരു ജീവിതം നിങ്ങൾ ജീവിക്കുന്നതായിട്ട് നിങ്ങൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതും ഒരു കൺഫർമേഷൻ തന്നെയാണ്. അതായത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് ചില സമയം നമ്മൾ ഉറങ്ങുമ്പോൾ ദൈവദർശനം അല്ലെങ്കിൽ ഡ്രീം ഉണ്ടാവാറില്ലേ? ഒരു പോസിറ്റീവ് സൈനാണത്. എന്നതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനും ഈ ഡ്രീംസും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഡ്രീമിൽ ഓൾറെഡി അച്ചീവ് ചെയ്യുക എന്ന ഫീലിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഡ്രീം നമ്മൾ കാണാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകും എന്നതിൻ്റെ ഒരു സൈൻ തന്നെ ആയിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. ഇതിലൂടെ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്,
ഇത് നിൻ്റേതാണ്, ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇത് നിനക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. സൈൻ നമ്പർ 4 എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് സ്മോൾ ഗിഫ്റ്റ് ഓർ മണിയാണ്. അതായത് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സഡൻലി ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മണി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വരിക, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളുടെ ഓൾഡ് ഡെപ്റ്റ് റിട്ടേൺ ചെയ്യുക, ഒരു ക്യാഷ് ബാക്ക് കിട്ടുക, അല്ലെങ്കിൽ ഒരു സ്മോൾ ഗിഫ്റ്റ്, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് എവിടെ എന്തെങ്കിലും ലഭിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഇതും ഒരു സൈനാണ്. ഇത് യൂണിവേഴ്സിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ ഇതിനെ കാണുക. ഞാൻ നിന്നെ ഹിയർ ചെയ്യുന്നു, മണി ഈസ് കമ്മിങ് എന്നുള്ള ഒരു സിഗ്നലാണ്. യൂണിവേഴ്സ് പറയുന്നത് ഇത് തന്നെയാണ്, നിനക്ക് എല്ലാ സമ്പത്തും സന്തോഷവും ഒക്കെ നിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്തും എന്ത് ചെയ്യുക? ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക, റിസീവിങ് മോഡ് ഓപ്പൺ ആക്കുക. ഞാൻ അങ്ങ് തരുന്ന ആ സന്തോഷത്തെ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹ സഫലീകരണത്തെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുക. ഹൃദയം നിറഞ്ഞ ആ ഒരു അബണ്ടൻസിനെ നിങ്ങൾ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. സൈൻ നമ്പർ 6 എന്ന് പറയുന്നത് റൈറ്റ് പീപ്പിൾ അപ്പിയറിംഗ് ആണ്. അതായത് സഡൻലി ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. ആ ഒരു പേഴ്സൺ എക്സാക്ട്ലി ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യും. അതായത് ഒരു കണക്ഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും, ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വാവ് ഫീൽ തരുന്ന ഒന്ന്, അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യമാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരിക. പക്ഷേ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇത് ലക്കാണെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. കാരണം ആ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് എത്തിച്ചത് യൂണിവേഴ്സാണ്. ഈ കണക്ഷൻ നോട്ടീസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും നോട്ടീസ് ചെയ്യുക. ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. ഓരോ കണക്ഷനും ഒരു ഡിവൈൻ അറേഞ്ച്മെന്റ് ആയിട്ട് തന്നെ കാണുക. ആ സമയത്തും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, യൂണിവേഴ്സിനോട് പറയുക, അങ്ങ് തരുന്ന ഹാപ്പിനെസ്സിനെ അല്ലെങ്കിൽ സന്തോഷത്തെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുക. സൈൻ നമ്പർ 7 എന്ന് പറയുന്നത് ഒബ്സ്റ്റക്കിൾസ് സഡൻലി ക്ലിയറിംഗ് ആണ്. അതായത് മാനിഫെസ്റ്റേഷന് മുൻപായിട്ട് നമ്മുടെ ജേർണിയിൽ പല തരത്തിലുള്ള ബ്ലോക്കും ഉണ്ടായിരുന്നു. അതായത് സഡൻലി ആ ബ്ലോക്ക് ഡിസോൾവ് ആകുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഒരുപാട് തടസ്സങ്ങളിലൂടെ നമ്മൾ പോയിട്ട് പെട്ടെന്ന് ആ തടസ്സങ്ങളൊക്കെ ഒഴിഞ്ഞ് നമ്മളൊന്ന് ശാന്തമാകുന്ന അവസ്ഥ. അതായത് ക്ലോസ് ആയിരുന്ന ഒരു ഡോർ പെട്ടെന്ന് ഓപ്പൺ ആകുക. നിങ്ങൾക്ക് എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫീലിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാ വാതിലുകളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു, എല്ലാം ഒരു ഈസി ഫ്ലോയിലേക്ക് വരുന്നു എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതായത് ഇമ്പോസിബിൾ എന്ന് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ അതെല്ലാം ക്ലിയർ ആണ്. ഇത് എന്ത് തന്നെയാണ്? ഇത് ഒരു യൂണിവേഴ്സിന്റെ സൈൻ തന്നെയാണ്. ഇതൊരു പവർഫുൾ സൈനായിട്ട് തന്നെ കാണണം. യൂണിവേഴ്സ് ഈസ് റീഅറേഞ്ചിങ് തിങ്സ് ഫോർ യു. അതാണ് ഇതിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും വെറുതെ ആയിരിക്കില്ല. ഇതൊരു യൂണിവേഴ്സ് പ്രൂവ് ചെയ്യുന്നത് തന്നെയാണ്. അതായത് ഇത് പോസിബിൾ ആണ്, ഞാൻ ഇവിടെ ഉണ്ട്, നിന്റെ ആഗ്രഹം നടക്കും എന്നുള്ള ഒരു സൈൻ തന്നെയാണ് യൂണിവേഴ്സ് അവിടെ തരുന്നത്. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുടെയും മനസ്സിൽ വരുന്ന ഒരു ടെൻഷൻ ആയിരിക്കും, ഞാൻ ഇതൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എല്ലാവർക്കും ഈ സൈനുകൾ ഇതുവരെ കാണാൻ പറ്റിയിട്ടുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ? ഈ സൈനുകളൊന്നും കിട്ടാത്ത ആൾക്കാരും ഉണ്ടാവും. അവർ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഒരിക്കലും അങ്ങനെയല്ല. യൂണിവേഴ്സിന് പാർഷ്വാലിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സ് എല്ലാവർക്കും എല്ലാം ഒരുപോലെ തന്നെയാണ് തരുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ വേണ്ടത് എന്താണ്? അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ മനസ്സിൻ്റെ ബോധതലത്തെ എപ്പോഴും ആക്റ്റീവാക്കി നിർത്തിയാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സൈനുകൾ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളത് ശ്രദ്ധിക്കുക, അവെയർ ആകുക. നിങ്ങളത് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സൈനുകൾ നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും. ഞാൻ അതിനായിട്ട് നിങ്ങൾക്കൊരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. ഇന്നു മുതൽ നിങ്ങളൊരു ബുക്ക് കയ്യിൽ കരുതുക. അതായത് ഒരു സൈൻ ജേണൽ മെയിൻറ്റെയിൻ ചെയ്യുക.
ഒരു നോട്ട്ബുക്കിൽ ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് ഏത് സൈനാണ് കണ്ടത്, അത് ആ സമയത്ത് എൻ്റെ ഫീലിംഗ് എന്തായിരുന്നു എന്ന് ചെക്ക് ചെയ്യുക. എന്തൊക്കെ കണ്ടു എന്നുള്ളത് എഴുതുക. ഉദാഹരണം, ഞാൻ ഇന്ന് 1-1 കണ്ടിരുന്നു, ആ സമയത്ത് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു റീൽ കണ്ട സമയത്ത് അത് റിലേറ്റ് ചെയ്തൊരു കാര്യം എനിക്ക് കാണാനായിട്ട് ഇടയായി, അല്ലെങ്കിൽ ഞാനൊരു നോട്ടീസ് വായിച്ച സമയത്ത് ഇന്നൊരു കാര്യം കണ്ടു. അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളതെല്ലാം നിങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിൻ്റെ അഫർമേഷൻ 3 times നിങ്ങൾ പറഞ്ഞതിന് ശേഷം അതൊന്ന് വിഷ്വലൈസും കൂടി ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് 21 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും യൂണിവേഴ്സ് നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ്. യൂണിവേഴ്സ് നമ്മളുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. അതായത് യൂണിവേഴ്സ് എപ്പോഴും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് വിചാരിക്കുക. എൻ്റെ ഒപ്പം എൻ്റെ യൂണിവേഴ്സ് എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം മനസ്സിൽ കൊടുത്താൽ തന്നെ നമ്മളുടെ ലൈഫിൽ നമുക്ക് ജീവിക്കാൻ ഒരു ധൈര്യവും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനവും ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഞാൻ തരികയാണ്, എന്നെ ഇത്രയും നേരം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരുന്നതിന്. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.